നമ്മളെല്ലാം ശ്രദ്ധിക്കാത്ത ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആളുകൾക്കും ലിവർ സംബന്ധമായ രോഗങ്ങളാണ്. ഫാറ്റി ലിവർ ഉള്ള ആളുകൾ ധാരാളമുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ ലിവർ സംബന്ധമായ രോഗങ്ങൾ കാരണം മരണപ്പെടുന്ന ധാരാളം ആളുകളുമുണ്ട്. ഇപ്പോൾ ചില സിനിമാ നടന്മാരും അതുപോലെ രാഷ്ട്രീയ നേതാക്കളുമൊക്കെ മരണപ്പെട്ട സമയത്ത് അവർക്ക് ലിവർ സംബന്ധമായ പ്രോബ്ലംസ് കൊണ്ടാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ ആ വാർത്തകൾ അറിഞ്ഞു. അപ്പോൾ ഈ ലിവർ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഇത്രയധികം കൂടാനുള്ള കാരണം മനസ്സിലാക്കുക. ചില 10 ആഹാരങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുകയോ കുറയ്ക്കുകയോ ചെയ്തില്ലെങ്കിൽ ലിവർ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൂടാം. കാരണം പണ്ടത്തെ പോലെ അല്ല നമ്മുടെ ഒരു ജീവിത രീതി. നമ്മൾ വ്യായാമം വളരെ കുറവാണ്. നമ്മൾ ആക്ച്വലി കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് മിക്ക അസുഖങ്ങളുടെയും മെയിൻ കാരണമെന്ന് പറയുന്നത്. നമ്മളൊന്നും ശ്രദ്ധിക്കാത്ത പല ആഹാരങ്ങളും ലിവർ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുകയും മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. പല കരൾ രോഗങ്ങളും തടയാനായിട്ട് നമുക്ക് സഹായിക്കും. ലിവറാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളിൽ ഏറ്റവും വലുതായിട്ടുള്ളത്. ധാരാളം പ്രവർത്തനങ്ങളാണ് ലിവർ ചെയ്യുന്നത്. ആദ്യമായിട്ട് അത് ഡീറ്റോക്സിഫൈ ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന മരുന്നായാലും മദ്യമാണെങ്കിലും അതുപോലെ എൻവയോൺമെൻറ്റൽ ടോക്സിനൊക്കെ നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ അതിനെ നോർമൽ ആക്കുക അല്ലെങ്കിൽ ഹാംലെസ് സബ്സ്റ്റൻസ് ആയിട്ട് മാറ്റുന്നത് ലിവറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിവർ കേടായാൽ ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്യും. അത് ഡേഞ്ചറസ് ആണ്. അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു ഫംഗ്ഷൻ. രണ്ടാമത്തെ ലിവറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ലിവർ മെറ്റബോളിസത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതായത് കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും പ്രോട്ടീൻ ആണെങ്കിലും ഫാറ്റിൻ്റെ മെറ്റബോളിസം, അതായത് നോർമലായിട്ട് തന്നെ വിഘടിപ്പിക്കുന്നതെല്ലാം ലിവറാണ്. മൂന്നാമതായിട്ട് എക്സസ് ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ പല സ്ഥലങ്ങളിലോട്ടും സ്റ്റോർ ചെയ്യുന്നത്, ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്യുന്നത് ലിവറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. നാലാമതായിട്ട് ലിവർ ആണ് ബൈൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നത്. ബൈൽ എന്തിനാണ് വേണ്ടത്? നമ്മുടെ ഫാറ്റ് ഡൈജഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. കൊഴുപ്പ് ദഹിക്കണമെങ്കിൽ ബൈൽ വേണം. അത് ഉണ്ടാക്കുന്നത് ലിവറാണ്. അടുത്തത് നമ്മൾ പല പ്രധാനപ്പെട്ട വൈറ്റമിൻസും സ്റ്റോർ ചെയ്യുന്നത് ലിവറാണ്. അതായത് വൈറ്റമിൻ എ, ഡി, ഇ, കെ, പിന്നെ വൈറ്റമിൻ B12 അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില വളരെ പ്രധാനപ്പെട്ട ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്നതും അതുപോലെ ബോഡിക്ക് എത്തിച്ചു കൊടുക്കുന്നതും ലിവറാണ്. ലിവറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലൂക്കോസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ പല സിഗ്നൽസും ബോഡിക്ക് കൊടുക്കുന്നത് ഈ ലിവറാണ്. അതായത് എപ്പോൾ ഗ്ലൂക്കോസ് ഇറക്കണം, അതുപോലെ തന്നെ എവിടെ നിന്നാണ് എടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു സിഗ്നൽ കൊടുക്കുന്നത് ലിവറാണ്. അതുകൊണ്ട് തന്നെ ഇത്രയധികം റോൾസ് ഈ ലിവറിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഈ ലിവറിന് ഡാമേജ് ആണെങ്കിൽ അത് പ്രശ്നമാണ്. കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മുടെ ശരീരത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെ ആഹാരങ്ങളാണ്? ആദ്യമായിട്ട് പറയുന്നത് മദ്യപാനം തന്നെയാണ്. മദ്യപാനം കരളിന് വളരെയധികം മോശമാണ്. നമ്മൾ ഒരു ലിമിറ്റ് ചെയ്ത് കുടിക്കാമെന്നൊക്കെ കരുതും. പക്ഷേ മിക്ക ആളുകളും നമ്മൾ അൺലിമിറ്റഡ് ആയിട്ടാണ് കുടിക്കുന്നത്. നമ്മൾ കേരളത്തിലൊക്കെ ഒരു കൂടുതലാണ് മദ്യം കുടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഹെപ്പറ്റൈറ്റിസിലോട്ട് പോകും, പിന്നെ സിറോസിലോട്ട് പോകും, ഇറിവേഴ്സിബിളാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ എന്നും പറയുന്ന കാര്യമാണ് മധുരം. അതായത് പഞ്ചസാര ആഡ് ചെയ്ത് കഴിക്കുന്ന ആഹാരങ്ങളാണ് പ്രശ്നം. കൃത്യമായിട്ടുള്ള ഷുഗർ ആഡ് ചെയ്യാതിരിക്കുക ലിവർ ഡിസീസിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് പഞ്ചസാര. പല കൊച്ചു കുട്ടികളിൽ പോലും ഈ ഫാറ്റി ലിവർ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ലിവർ സംബന്ധമായ പ്രോബ്ലംസ് ഉണ്ടാകുന്നതിൻ്റെ കാര്യം നമ്മൾ കൊടുക്കുന്ന ആഹാരം മൊത്തം പഞ്ചസാര കലക്കിയിട്ടാണ്. മിക്ക സാധനങ്ങളിലും പാലിലാണെങ്കിലും ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം പഞ്ചസാര ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു പഴം കൊടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ പഞ്ചസാരയിൽ മുക്കിയാണ് കൊടുക്കുന്നത്. ലിമിറ്റ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരത്തിൽ കൊടുത്തുകൊണ്ടിരുന്നാൽ അത് ഡേഞ്ചറസ് ആണ്, ലിവറിന് പ്രോബ്ലം ഉണ്ടാവും. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ ഫാറ്റ് ആയിട്ടുള്ള ഫുഡാണ്. ഈ ബർഗറും അതുപോലെ പിസ്സ പോലുള്ള സാധനങ്ങൾ. ഇത് നമുക്ക് ലിവറിന് ലോഡാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഇത് കഴിക്കുകയാണ്. മാസത്തിൽ ഒരിക്കൽ കഴിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ സ്ഥിരമായിട്ട് ഈ ഫാസ്റ്റ് ഫുഡ് കഴിക്കുവാണെങ്കിൽ അത് ലിവറിന് ലോഡ് ഉണ്ടാവും, ലിവറിന് കേടാണ്, അത് ഡേഞ്ചറസ് ആണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ മിക്ക ആളുകളുടെയും പ്രശ്നം അരി, അതും വെള്ള അരി ധാരാളമായിട്ട് നമ്മൾ കഴിക്കുകയാണ്. നമ്മൾ അതുപോലെ അധ്വാനിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ കാലറി പുറത്തോട്ട് പോകാനുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും അത് ഫാറ്റ് ലിവർ ഉണ്ടാക്കും, ലിവറിന് പ്രോബ്ലം ഉണ്ടാക്കും. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ആദ്യം ഇൻസുലിൻ റെസിസ്റ്റൻസിലോട്ട് പോകും, പിന്നെ അത് ഡയബറ്റീസിലോട്ട് പോകും, പിന്നെ അതുപോലെ ലിവറിന് ചുറ്റും കൊഴുപ്പടിയാനായിട്ട് തുടങ്ങും. ഇത് ലിവറിന് ചുറ്റും ഒരു കൊഴുപ്പടിഞ്ഞ് ലിവർ വർക്ക് ചെയ്യാത്തൊരു അവസ്ഥയിലോട്ട് മാറും. അതുകൊണ്ട് തന്നെ മലയാളികളുടെ ഏറ്റവും വലിയ 3 പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ മദ്യപാനം, രണ്ടാമതായിട്ട് ചോറിൻ്റെ അമിത ഉപയോഗം, പഞ്ചസാരയുടെ അമിത ഉപയോഗം. ഈ 3 കാരണങ്ങളാണ് കേരളത്തിൽ ഇത്രയധികം ആളുകൾക്ക് ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള പ്രധാന കാരണം. അഞ്ചാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ റെഡ് മീറ്റ് ആണ്. റെഡ് മീറ്റ് അതായത് ബീഫ്, പോർക്ക്, അതുപോലെ തന്നെ മട്ടൺ ഒക്കെ ധാരാളം കഴിക്കുന്ന വ്യക്തികളുണ്ട്. ഇത് അമിതമായി കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ ഫാറ്റ് അക്യുമുലേഷൻ എവിടെ ആയിരിക്കും സംഭവിക്കുന്നത്? ലിവറിന് ചുറ്റും സംഭവിക്കും. ലിവർ വർക്ക് ചെയ്യാത്തൊരവസ്ഥയിലോട്ട് വരും. അപ്പോൾ അമിതമായിട്ട് ഒരു കാരണവശാലും റെഡ് മീറ്റ് കഴിക്കരുത്. അത് ഫാറ്റി ലിവർ ഉണ്ടാക്കാൻ കാരണമാവും. ഇതൊരു പ്രധാന പ്രശ്നം പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡാണ്. ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേക്കറി ഐറ്റംസും അതുപോലെ തന്നെ പല സോസേജുകൾ, ചില മീറ്റുകളൊക്കെ കേടാകാതിരിക്കാൻ വേണ്ടി ചില മോൾസിലൊക്കെ മാസങ്ങളോളം പ്രിസർവേറ്റീവ്സ് ഒക്കെ ആയിട്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇത് സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് ലിവറിന് ഡാമേജ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോസസ്ഡ് മീറ്റ് പൂർണ്ണമായിട്ടും ആഹാരത്തിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് നല്ലത്.
അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഉപ്പാണ്. ഉപ്പ് അമിതമായി കഴിച്ചാൽ കിഡ്നിക്ക് ഡാമേജ് നമുക്കറിയാം. അതുപോലെ അത് ലിവറിന് ഡാമേജ് ആണ്. കാരണം വാട്ടർ റിട്ടൻഷൻ കൂടും, ബ്ലഡ് പ്രഷർ കൂടും, അത് ലിവറിന് സ്ട്രെസ് കൂട്ടും. അങ്ങനെ ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ ഉപ്പ് അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ അത് ലിവറിന് ലോഡ് വരികയും അത് പ്രശ്നം ഉണ്ടാവുമെന്നുള്ളത്. അടുത്ത കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നം സോഡയാണ്. സോഡ എന്ന് പറയുമ്പോൾ ഷുഗറി ഡ്രിങ്ക്സ്, നമ്മൾ കഴിക്കുന്ന കൊക്കക്കോള, പെപ്സി, അതുപോലെ ട്രോപ്പിക്കാന പോലുള്ള ജ്യൂസിലെല്ലാം എന്താ ആഡ് ചെയ്തേക്കുന്നത്? ശരിക്കും ഹൈ ഫ്രക്ടോസ് സിറപ്പാണ് ആഡ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ പഞ്ചസാരയുടെ ഒരു അമിതമായിട്ട് അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സ്ഥിരമായി കഴിച്ചാൽ ഇൻസുലിൻ റെസിസ്റ്റൻസിനോട് വരും. നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസ് എല്ലാം ഫാറ്റി ലിവർ ഉണ്ടാകുകയും ലിവർ പ്രോബ്ലംസ് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് വളരെ മോഡറേറ്റ് ആയിട്ട് മാത്രമേ ഇത്തരത്തിൽ സോഡ ഡ്രിങ്ക്സ് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. സ്ഥിരമായി കഴിക്കുന്ന ധാരാളം ആളുകൾ, ഇൻക്ലൂഡിങ് ഡോക്ടേഴ്സ് പോലും എനിക്കറിയാം, സ്ഥിരമായിട്ട് ഇത്തരത്തിൽ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒത്തിരി ആളുകൾ എനിക്കറിയാം. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നെസ്. ഇത്രമാത്രം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സാധനം ഇല്ലെന്ന് തന്നെ പറയാം. പല ബേക്കറി ഐറ്റംസിൽ ഇത് ധാരാളം ആഡ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് കൊടുക്കുന്ന മുട്ടായികളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പല സാധനങ്ങളിലും ജ്യൂസ് കടകളിൽ പോലും ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നെസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യും? നമുക്ക് ഒരു മധുരം കിട്ടാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. പക്ഷേ ലിവറിന് അത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും, ലിവർ ഡാമേജ് ഉണ്ടാക്കും. ഇതെല്ലാം മാർക്കറ്റിൽ ഇത്ര സുലഭമായപ്പോഴാണ് ഇത്രയധികം ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള കാരണം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കുട്ടികൾക്കൊന്നും ബേക്കറി ഐറ്റംസ് ഒന്നും സ്ഥിരമായിട്ട് കൊടുക്കരുത്, അതൊട്ടും നല്ലതല്ല. അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ്, ഇതുപോലെ തന്നെ ഈ കൊക്കക്കോള പോലുള്ള സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കുക. കാരണം നമ്മൾ ഈ കാലറി എല്ലാം അകത്തോട്ടാക്കും. ഇതെല്ലാം നമ്മുടെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലോട്ട് ഈ ഷുഗർ എല്ലാം റിലീസാവും. നമ്മുടെ ശരീരത്തിൽ പല സ്ഥലങ്ങളിലും പോയി ഇത് ഡെപ്പോസിറ്റ് ആവും. ലിവറിന് ചുറ്റും ഡെപ്പോസിറ്റ് ആകുമ്പോൾ അത് ലിവർ കേടാവും, ഫാറ്റി ലിവർ ഉണ്ടാവും, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷേ നമ്മുടെ ഈ കാലറി പുറത്തോട്ട് കളയാനുള്ള എക്സസൈസോ അതുപോലുള്ള ജോലിയൊന്നും നമ്മൾ ചെയ്യുന്നില്ല. പണ്ടുള്ള ആളുകളൊക്കെ നല്ലവണ്ണം അധ്വാനിച്ചതിന് ശേഷമാണ് അവർ ചോറ് കഴിച്ചുകൊണ്ടിരുന്നതും പല കാര്യങ്ങളും കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. കാരണം അത്രമാത്രം ഫാറ്റി ലിവറും ലിവർ സംബന്ധമായ രോഗങ്ങൾ ധാരാളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞൊരു 5 വർഷത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാളായിട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ മദ്യപാനം കൊണ്ട് ലിവർ ഡിസീസ് ഉണ്ടാവുന്നതും കാട്ടും മറ്റ് ആഹാരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പല പ്രശ്നങ്ങളും ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. ധാരാളം ആളുകളോട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഓൾ.